അബ്ഡോമൻ എക്സസൈസ് നന്നായി ചെയ്യണം. വയറിലെ മസിലുകൾക്ക് ഉറപ്പ് പോരാ. ശരി ടീച്ചർ. ഇതൊക്കെ ഒറിജിനൽ എന്നടേ? അതെ സാർ. അമ്മേന്റെ ചെയ്യാം സാർ. ഇങ്ങനെയൊക്കെ തന്നെ വരുന്നവരാദ്യം പറയുന്നു. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉണർവും ഉന്മേഷം ഒന്നും കാണാറില്ല. എങ്ങനെയും കോഴ്സ് ഒന്ന് പാസ്സായി ഏതെങ്കിലും ഉടങ്കുല്ലി സ്കൂളിലോ സ്വാശ്രയ കോളേജിലോ പൈസ കൊടുത്ത് ജോലിയും വാങ്ങി വെറുതെ പള്ളിന്റെ ഇട കുത്തി ഇരിക്കാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ അങ്ങനല്ല സാർ. പിന്നെ ഞാൻ എങ്ങനെയാണെന്നാണോ താൻ പറയുന്നത്? ഞാൻ അങ്ങനല്ല സാർ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണോ താൻ പറഞ്ഞ? എന്നോട് തർക്കിക്കുന്നോ? ഓ, ഇവനാര്? അർണോൾഡ് ഷ്വാസ്നിഗർ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പരിസരം നോക്കാതെ തുപ്പരുതെന്ന്. വെറുതെ എന്റെ സ്വഭാവം മാറ്റിക്കരുത്. സോറി സാർ. എന്താണോ? എടോ ഒക്കെ പഴയകാലം. ഞാനിവിടുത്തെ പ്യൂണാ. എന്താ പ്യൂൺ സാർ? നമ്മൾ അഡ്മിഷൻ കാർഡ് അയച്ചതിൽ ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഡ്മിഷൻ ടെസ്റ്റിലെല്ലാം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരുത്തനാ. ആരാ? ഒരു അർജുൻ. അവനാര്? പാണ്ഡവനാ? അതാ ഒരു കാര്യം, ഞാൻ അങ്ങോട്ട് മാറിയുന്ന 3 പ്രാവശ്യം ഒരു പേര് ഉറക്കം വിളിക്കേ. ആരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കാം. ഓക്കെ സാർ. സാറ് അർജുൻ, അർജുൻ, അർജുൻ. സ്കേറ്റിംഗ് ചാമ്പ്യനാണല്ലേ? അല്ല, തെന്നിപ്പോയതാ. എന്താ പേര്? അർജുൻ. ലേറ്റ് ആണല്ലോ. സോറി സാർ. ലേറ്റ് ആണേലും ലേറ്റസ്റ്റ് അതാ വന്നിരിക്കേ. എല്ലാം പുതിയ ഫാഷനാണ് സാർ. ഇതും പുതിയ ഫാഷനാണോ? ഹായ്. ഹായ്. ഇതെന്റെ അനിയത്തി ഗൗരി. ഞാൻ പ്രവർത്തിക്കിരുന്നു എന്റെ പെങ്ങളാവണേ. ചുമ്മാ തിരിയടാ. ഇതാരാണെന്ന് നിനക്കറിയോ? ചിനു. നളിൻ. ആക്ഷൻ. കോളേജ് ഹീറോയെ പറ്റി ചേട്ടൻ എപ്പോഴും പറയാറുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ കോളേജ് ഹൈ ജംപ് ചാമ്പ്യൻ. പഠിത്തത്തിൽ അത്ര മോശമല്ല, എന്നാ എല്ലാതരം തോന്നിയാസങ്ങളുടെയും നേതാവ്. എന്താ ശരിയല്ലേ? അത് പിന്നെ. ഹലോ. ഇത് ചക്രവർത്തി. ചക്രവർത്തി എന്ന് പേരേ ഉള്ളൂ. കുചേലന്റെ മോനാ. ഓ മച്ചാ, ഞാൻ പ്രഭുവിന്റെ മോനാ. പ്രഭാകരൻ നായരെപ്പോഴാ പ്രഭു ആയത്? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പ്രിൻസിപ്പൽ നോക്കുന്നു. പരിചയപ്പെടലൊക്കെ പിന്നെ. ഓക്കെ, സീ യു. ബൈ ടിനു, നളിൻ. ആക്ഷൻ. ഫസ്റ്റ് ഇയർ ആണല്ലേ? അതെ. തോന്നി. എന്താ പേര്? അർജുൻ. തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? എന്റെ പേരുണ്ട്. എന്താ എന്റെ പേര്? എനിക്കറിയില്ല. ലാലി. എങ്ങനെ? ലാലി. മിടുക്കൻ. ശരി. അപ്പൊ നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് സംസാരിക്കാം. ഞാനിപ്പോ കുടിച്ചോളൂ. എന്റെ ഒരു സന്തോഷത്തിന് കാപ്പി കുടിക്കണം. അയ്യോ, ഞാനിപ്പോ കുടിച്ചോളൂ. പ്ലീസ് ഡാ, ഒരു ഉഗ്രം കാപ്പി. അല്ല, ലാലി കുടിക്കുന്നില്ലേ? അർജുൻ കഴിക്കി. അതാണ് എന്റെ ഒരു സന്തോഷം. എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ? അയ്യോ വേണ്ട. പിന്നെ 2 പൊറോട്ടയും 3 ഇറച്ചിയും കഴിച്ചു ആരും തല്ലുകൊല്ലാന്ന് പോണില്ല. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. എന്റെ ഒരു സന്തോഷത്തിന് 2 പൊറോട്ട, ഇത്തിരിക്കോളം ബീഫും. എങ്ങനെയുണ്ട്? നന്നായി. അപ്പൊ ഒരു ചിക്കൻ ഫ്രൈ കൂടി കഴിക്കാം. അയ്യോ വേണ്ട. എന്റെ ഒരു സന്തോഷത്തിന്
ഒരു ചിക്കൻ ഫ്രൈ ലെഗ് പീസ് തന്നെ വേണേ. ഈ ലെഗ് പീസ് ആവുമ്പോ കടിച്ച് വലിച്ചൊക്കെ തിന്നല്ല. ഇതൊക്കെ ഇപ്പൊ പ്ലേറ്റിലായ എന്താ ബില്ലേ? എന്റെ ഒരു സന്തോഷത്തിന് ഇത് മോൻ തന്നെ കൊടുത്തേക്ക്. തന്റെ സന്തോഷത്തിന് ഞാൻ എന്തിനു കൊടുക്കണം? മോന്റെ പേരെന്താ? അർജുൻ. പേര് അർജുൻ എന്നാണെങ്കിലും തീറ്റ ഭീമൻ കേട്ടോ. ഇതെന്റെ ക്യാൻറ്റീനാ. ഞാനാ മുതലാളി, ഓണർ, പ്രൊപ്പറേറ്റർ, കോൺട്രാക്ടർ. തിന്നാ പാപം, കാശ് കൊടുത്താ തീരും. ഇതാ ക്യാൻറ്റീൻ നിയമം. ഒന്നും അറിയില്ല ഈ അർജുൻ. 88 രൂപയാ. ഇവിടെ 2 പൊറോട്ട. എന്റെ ഒരു സന്തോഷത്തിന് കാശ് കൊടുത്തിട്ട് എനിക്ക്